സമഗ്ര പ്രഭാഷണത്തിനായി പ്രൊഫസർ രാഘവൻ പയ്യനാട് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കൾ, കുറച്ച് ധൈര്യക്കുറവുണ്ട് സംസാരിക്കാൻ. മറ്റൊന്നുമല്ല, കാരണം നമ്മളൊക്കെ സാധാരണ വല്ലല്ലോ ഈ നരിമടിയിൽ കുറുനരിപ്പെട്ടാലൊരു അപകടം, അത്തരം ഒരു അപകടത്തിലാണെന്നോ എനിക്കൊരു സംശയം. കാരണം ഇവിടെ ഭാഷാശാസ്ത്ര വകുപ്പിൻ്റെ ഒരു സെമിനാറിൽ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ സംസാരിക്കുമ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് സാങ്കേതികമായിട്ട് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം പദം അവരുടെ സ്വത്താണ്, അക്കാഡമിക്കിൽ പറഞ്ഞാൽ. അപ്പോൾ അത് സംസാരിക്കുന്നത് ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു വിദ്യാർത്ഥി അല്ലാത്ത ഞാൻ സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഇവർ ചോദ്യം ചെയ്യാം. അതാണ്. പിന്നെ എനിക്കുള്ളൊരു ധൈര്യം എന്താന്ന് പറഞ്ഞാൽ, എന്നെ പഠിപ്പിച്ചത്, ഭാഷാശാസ്ത്രം പഠിപ്പിച്ചത് വളരെ പ്രശസ്തനായ വേണുഗോപാല പണിക്കരാണ്. അദ്ദേഹത്തിന് ഒരു സംശയവും ഭാഷാശാസ്ത്രത്തിൽ ഇല്ലാത്തൊരാളാണ്. പിന്നെ അത്ര ക്ലാരിറ്റിയോടെ എന്നെ പഠിപ്പിച്ചതുമാണ്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് കൊല്ലം ഭാഷാശാസ്ത്രം പഠിപ്പിച്ചിട്ടുമുണ്ട്. 8 കൊല്ലം ഞാൻ ലണ്ടനിലുള്ളപ്പോൾ ഭാഷാശാസ്ത്രം മേക്ക് ഒരു പേപ്പർ പഠിപ്പിച്ചത് ഞാനാണ്. പിന്നീടുള്ളൊരു എനിക്ക് കിട്ടിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ 5 വർഷം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സഹവാസവും അവിടുത്തെ സെമിനാറും ഏർപ്പാടെല്ലാം കൊണ്ട് ഭാഷാശാസ്ത്രത്തിൽ അറിയാതെ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ധൈര്യത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. എന്നോട് ശ്രീകുമാർ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് സംസാരിക്കുക എന്ന് ചോദിച്ചാൽ, ഞാൻ സ്വാഭാവികമായിട്ടും തിയറട്ടിക്കലായിട്ടാണ് സംസാരിക്കാറ്. പിന്നെ ഇവിടെയുള്ളൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, രാവിലത്തെ സെഷൻ മുഴുവൻ ചിത്രം വരയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിത്രത്തിൻ്റെ ഒരു ഇത് കിട്ടുന്നത്, ചിത്രത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പശ്ചാത്തലത്തിൻ്റെ വർണ്ണം കൊണ്ടാണ്. രാവിലെ 1-2 ഇവരുടെയൊക്കെ ഒരു വലിയൊരു പശ്ചാത്തലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇനി സാങ്കേതികത പറയാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു സൗകര്യം കിട്ടില്ല. അത് ശ്രുതിയായാലും അങ്ങനെ, പാട്ടായാലും അങ്ങനെ തന്നെയാണ്. ശ്രുതി ഉണ്ടെങ്കിൽ ശ്രുതിക്കൊപ്പിച്ച് പാടാം. ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രാവിലെ തന്നെ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാനൊരു 40 മിനിറ്റേ സംസാരിക്കുള്ളൂ. അത്ര വേണോ അറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ 40 മിനിറ്റ് സംസാരിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഈ മാഷന്മാരായതുകൊണ്ട് 2 പ്രശ്നം. ഒന്ന്, മാഷന്മാരായത് സംസാരിച്ച് നിർത്തൂല്ല. പിന്നെ വയസ്സുമായ പിന്നെ സംസാരം നിർത്തുകയില്ല. എന്നാൽ ഞാനേതായാലും 40 മിനിറ്റ് കൊണ്ട് നിർത്തും. വാച്ചില്ലാതെ തന്നെ നിർത്തും. അത് ഒരു രീതിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമൊക്കെ ഞാൻ സാധാരണ ഇപ്പോൾ പവർ പോയിന്റിൽ പറയാനുള്ള കാര്യം വെച്ചിട്ട് കൃത്യമായിട്ടങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഞാൻ ഈ സാധാരണഗതിയിൽ തുടരാറ്. അതുകൊണ്ട് ഞാൻ പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം പറയണല്ലോ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ. അപ്പോൾ ഞാനിവിടെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങൾ പദാവലി ഉണ്ടാക്കുമ്പോൾ, സാങ്കേതിക പദാവലി ഉണ്ടാക്കുമ്പോൾ എന്താണ് പദം, എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ IKS-ൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഇൻ്റർനാഷണലി തന്നെ IKS-ന് പറയും ഇൻഡിജീനസ് നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു IKS അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇൻ്റർനാഷണലി ഇതൊരു വലിയ നുണയാണ് കേട്ടോ. എന്താ കാരണം എന്നറിയാം? ഞാൻ ആർക്കും എതിരായിട്ട് പറയല്ല. ഇൻഡിജിനസ് നോളജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഞാൻ ഈ മേഖലയിൽ ഫോക്ലോർ പഠിച്ചിട്ട് കുറേ പഠിച്ച് ഇതിൻ്റെ പിന്നാലെ പോയതാണ്. ഇത് ആഗോള കച്ചവട സമൂഹം ഉണ്ടാക്കിയ ഒരു മിത്താണ് ഈ നോളജാണ്. നോളജ് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ലെവലിലുള്ളൊരു കാര്യമാണ്.
എപ്പോഴാണോ ഒരു റിയാലിറ്റി, അത് ഞാൻ സ്ലൈഡ് ഉണ്ട് വിശദമായിട്ട് പിന്നെ പറയാം, ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ എപ്പോഴാണ് കൺസെപ്ച്വൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്, അപ്പോഴാണത് നോളജായി മാറുള്ളൂ. നോളജിന് ഇപ്പുറത്ത് യാഥാർത്ഥ്യവും റിയാലിറ്റിയും വലത്ത് വശത്ത് അതിൻ്റെ അപ്ലിക്കേഷനും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നോളജ് ആവുള്ളൂ, അല്ലാത്ത ഒന്നും നോളജ് അല്ല. ഏതെങ്കിലും തരത്തിൽ അപ്ലിക്കേഷൻ ഉണ്ടാവും ഇപ്പുറത്തെ ഭാഗത്ത്, അല്ലെങ്കിൽ ആ നോളജ് നിൽക്കുകയില്ല. അതിപ്പോൾ നമ്മുടെ പാരമ്പര്യ വിജ്ഞാനായാൽ പോലും രസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജ്ഞാന പദ്ധതിയുടെ ഒരു വലിയൊരു തിയറട്ടിക്കൽ കൺസെപ്റ്റാണത്. അതിന് ഈ പറഞ്ഞ അടുത്തും വലത്തും ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പുറത്തുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് പിന്നെയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പുറത്താണ്, ഈ രസസിദ്ധാന്തത്തിൻ്റെ പുറത്താണ്, ഭരതൻ്റെ. അപ്പോൾ ഇത് വളരെ ആസൂത്രണം, അത് പറയുമ്പം വളരെ വിശദമായി എന്തുകൊണ്ടാണ് അങ്ങനെ ആഗോളകമായി ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കൺസെപ്ച്വൽ ലെവലിലൊരു കള്ളത്തരം എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നോളജ് അല്ല അതൊന്നും. അത് ഞാൻ പറയും, ശീലം ഞാൻ പിന്നെ പറയാം. ഇത് ഇത് ശില്പശാലയുടെ ഉദ്ദേശമാണ്. ഞാൻ സ്കിപ്പ് ചെയ്യാണ്, ഇനിയും പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് പ്രശ്നം. അറിവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള അറിവ് നമുക്ക്. ഒന്ന്, നമ്മൾ സാധാരണഗതി പറഞ്ഞ കോഗ്നീഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് റിയൽ ലൈഫിൽ. കോഗ്നീഷൻ തിരിച്ചറിവാണത്, അറിവ് മാത്രമല്ല. ഇപ്പോൾ ഒരു ചെടി കണ്ടാൽ അത് പുല്ലാണോ ചെടിയാണോ നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത്? സയൻറ്റിസ്റ്റിന് തിരിച്ചറിയുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ കോഗ്നീഷൻ എന്നാണ് അതിന് പറയുക. കോഗ്നീഷൻ തിരിച്ചറിവാണ്. ഞാനിവിടെ തിരിച്ചറിവെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിന് പുതിയൊരു ടേം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തെര്യം എന്നാണ്. തെര്യം കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? പഴയ രേഖകളിൽ മുഴുവൻ തമ്പുരാൻ അല്ലെങ്കിൽ രാജാവ് ഉത്തരവ് ഇറക്കുമ്പോൾ തെര്യപ്പെടുത്തുന്നു എന്നാണ് പറയുക, അല്ലേ? എന്തായി തെര്യം? ബോധ്യപ്പെടുത്തുന്നു എന്നാണ്. ഇനി അതിൻ്റെ അകത്ത് മാറ്റമില്ല. അപ്പോൾ തെര്യം, കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ കോഗ്നീഷൻ തിരിച്ചറിവ് വന്നാൽ പിന്നെ മാറില്ല കേട്ടോ. ഒരു സാധനത്തിന് എന്തെങ്കിൽ ഒരു വാസ്തവത്തെ, റിയാലിറ്റി, അത് എന്തും ആവാം, അതിന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ അതിന് നാം പേരുണ്ട്. തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം അതിനെന്ത് വരും? ഈ എന്താണ് ഒരു വാക്ക്, ഒരു പദം അതിന് കോയിൻ ചെയ്യും, ഉണ്ടാക്കും. അത് പദം മാത്രമേ കൺസെപ്റ്റ് ആവണമെന്നില്ല. കൺസെപ്റ്റും പദവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങളാണുള്ളത്, എക്സ്പീരിയൻസാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ചില തിരിച്ചറിവുണ്ടാവുന്നു. ഈ തിരിച്ചറിവ് പല ബോധ്യങ്ങളുടെ വെളിച്ചത്തിലാണ്. ഫങ്ഷനാവാം, അതിൻ്റെ ഫീച്ചറാവാം, അങ്ങനെ എന്തും ആവാം. അതിൻ്റെ സ്വഭാവം എന്താണ്, അത് സമൂഹത്തിൽ എന്താണ് ചെയ്യുന്നത്, ആര് ചെയ്യുന്നു, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുടെ ഒരു ടോട്ടൽ ആകത്തുകയാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ അതിനെ തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കും. പക്ഷെ ആ വാക്കിനുള്ള കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, ഈ വാക്കിനുള്ള നമ്മൾ പിന്നെ സംസ്കൃതക്കാരിലുള്ളപ്പോൾ ഞാൻ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഭാഷാശാസ്ത്രത്തിൽ പറയും ഷെയ്ഡ്സ് ഓഫ് മീനിങ് എന്ന് പറയും, ഇല്ലേ? ഒരു വാക്കിന് ഒരു അർത്ഥമല്ല, ഒരു മെയിനായിട്ട് ഒരർത്ഥം ഉണ്ടാകും, പക്ഷെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഒരു പൂവ് പോലെയാണ്. അതിനൊരു സെൻട്രൽ പാർട്ട് ഉണ്ടാവാം, അതിൻ്റെ ചുറ്റും ദളങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഞാനൊരു വാക്ക് ഉപയോഗിച്ചിരുന്നത് ദളം എന്ന് തന്നെയാണ്, അർത്ഥദളം എന്നാണ്. ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് അല്ല, ഈ അവസ്ഥ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത് സമൂഹമാണ് തീരുമാനിക്കണം. നമ്മളിപ്പോൾ ഈ വടായി എല്ലാം നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ജനം തീരുമാനിക്കും നിങ്ങൾ ഈ വാക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. നിങ്ങൾ എത്ര കളിച്ചാലും ഞാൻ ഒരുപാട് കളിച്ചതാ. ഏത് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വാക്കും കൊണ്ട് ഞാൻ എൻ്റെ 40 കൊല്ലം കളിച്ചതാ. ഇപ്പോഴും ആളുകൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ വേറെ വഴിയില്ല. പല പണി നോക്കി ഇനി ആളുകൾ. പക്ഷെ ഞാനൊരു ആർഗ്യുമെന്റിലാണ് നിന്നത്. ഇപ്പോഴും ഫോക്ലോർ തന്നെ ആളുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ.
പക്ഷെ പുസ്തകത്തിൽ എഴുതുമ്പം ചിലപ്പോൾ ജനവിജ്ഞാനെന്നോ അല്ലെങ്കിൽ പാരമ്പര്യ വിജ്ഞാനമോ ഒരുപാട് സാധനങ്ങൾ, പക്ഷേ ചില സന്ദർഭത്തിൽ ഫോക്ലോർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം അത് ആ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ ഒരു മലയാള പദത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ആദാനം ആവശ്യമായി വരും. അപ്പോൾ ആദാനത്തിന് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആദാനം, ഒരു ഭാഷ വളരുന്നത് ആദാനത്തിലൂടെയുമാണ്. ആദാനമില്ലാതെ ഒരു ഭാഷ വളരില്ല. ആദാനം എന്ന് പറയുന്നത് ഒരു ലൈഫ് സിറ്റുവേഷൻ, സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യം നിങ്ങളത്തേക്ക് വന്നുപെടുകയും ആ യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ അതിനെ വ്യപദേശിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? ഒരു പദം ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാണ് പദം ഉണ്ടാകുന്നത്, അല്ലാതെ തനിയെ പദം. അപ്പോൾ ജീവിതം വളർന്നാലേ എന്ത് വളരുള്ളൂ? പദാവലി വളരുള്ളൂ. അതുകൊണ്ട് ആദാനം വേണ്ട എന്ന് പറഞ്ഞ് ആദാനം നടത്തുമ്പോൾ നമ്മുടെ കൾച്ചറിൽ, സംസ്കാരത്തിലാണ് ആദാനം നടക്കുന്നത് ആദ്യം, അല്ലാത്ത പദത്തിലല്ല. സംസ്കാരത്തിൽ ആദാനം നടക്കുമ്പോൾ ഈ ആദാനം നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ വ്യപദേശിക്കാൻ, അതാണ് വാക്ക്, വ്യപദേശിക്കാൻ വേണ്ടി നമ്മൾ പദം കണ്ടെത്തും. അപ്പോൾ ആ പദം അങ്ങനെയാണ്. പദം ഒരു പദത്തിൽ, അങ്ങനെ പദം മലയാളത്തിലുള്ള ഏതെങ്കിലും ഒരു പദം നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഉണ്ട്. അതിലൊന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അന്നേരം മറ്റുള്ള ഇങ്ങോട്ട് നമ്മളോട് കുറച്ച് ആടാൻ തുടങ്ങും. ഇതെന്താ അങ്ങനെയാണ്? ഇതൊരു വലിയ കുഴപ്പമുള്ള കേസാണ്. നമ്മളൊരു വാക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് കളിക്കുമ്പം മറ്റു വാക്കുകളൊക്കെ അപ്പുറത്തല്ല ഇപ്പുറത്തല്ല നിൽക്കുന്നുണ്ട്. നമ്മളോടിങ്ങനെ നിങ്ങൾ എന്താ ഇത് ഒരു പുതിയ ഒരാളെ കാണുന്നത്, അത് പറ്റൂല എന്ന് പറയൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉന്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ആയിക്കോട്ടെ എന്നാൽ നിങ്ങളും എൻ്റെ ഒക്കെ കൂടിക്കോ എന്ന് പറഞ്ഞ് കൂട്ടും. ഈ രീതിയിലാണ് രൂഢി വരും. പിന്നെ ഉപയോഗിക്കുമ്പോൾ രൂഢി എന്ന് പറഞ്ഞ സംസ്കൃതത്തിൻ്റെ വാക്കാണ്. അത് രൂഢി വരും ഒരു പദത്തിന്. ആ രൂഢി വരുമ്പോൾ ഒന്നിന് രൂഢി വരികയും മറ്റൊക്കെ ഷെയ്ഡ്സ് ഓഫ് മീനിങ് ആവുകയും ചെയ്യും. പദത്തിൽ, ഞാൻ കൺസെപ്റ്റല്ല പറഞ്ഞത്, പദം ഒരു പദം. അതുകൊണ്ട് ഏത് പദവും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ടീച്ചർ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ, ബേജാറാവൊന്നും വേണ്ട. പദം വന്നാൽ പദം ആടൊന്നും വേണമെന്ന് സമൂഹം തീരുമാനിച്ചോളൂ. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും നമ്മൾ അതിനാക്കണ്ടേ, നമ്മളങ്ങ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നാലെ എപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ എപ്രൂവൽ വരും. അങ്ങനെയാണ് പദാവലി വളരുന്നത്. പക്ഷെ ഇപ്പുറത്ത് അറിവ് എന്ന് പറയുന്നത് പദാവലിയുടെ, ഇത് കോഗ്നീഷൻ്റെ കാര്യമാണ്. അനുഭവത്തിലൂടെ അറിവ് ഉണ്ടാവുകയും തിരിച്ചറിവുണ്ടാവുകയും അതിനനുസരിച്ച് പദാവലി, ഒരു ഭാഷയിൽ പദാവലി ഇങ്ങനെ കൂടിക്കൂടി വരികയും. ഈ മലയാള ഭാഷ ഇങ്ങനെ വളർന്നത് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ തമിഴിനെ പറ്റി വലിയ ഗംഭീരമൊക്കെ പറയുമല്ലോ, പക്ഷേ തമിഴ് വളർന്ന പോലെയല്ല മലയാളത്തിലെ വളർച്ച, ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഏറ്റവും അധികം വികസനം എന്ന് പറയുന്നത്, ഇപ്പം തമിഴ്നാട്ടിന് വേറെ തരത്തിൽ വികസനമുണ്ട്, പക്ഷേ വികസനം എല്ലാം കൊണ്ടും, ഭൗതിക സാഹചര്യം മാത്രമല്ല, ഒരുപാടുണ്ട്. സംസ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. എന്തുകൊണ്ടാണ് മുന്നിലായത്? ഇപ്പോഴൊന്നും അല്ല, പഴയ കാലത്ത്. അതെ, എന്തുകൊണ്ടാണ്? സംസ്കൃതത്തിൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ ആര്യനൈസേഷൻ്റെ, ബ്രാഹ്മണവൽക്കരണത്തിന്. കാരണം അവരുടെ അടുത്താണ് എന്തുണ്ടായിരുന്നത്? അവരുടെ അടുത്താണ് സമ്പത്ത് ഉണ്ടായിരുന്നത്, അവരുടെ അടുത്താണ് ടെക്നോളജി ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അവരുടെ പദാവലി മുഴുവൻ നമ്മൾ എങ്ങനെയെങ്കിലും സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ഈ ബ്രാഹ്മണിക്കൽ, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ എന്ന് മാത്രം പറഞ്ഞാൽ നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള നമ്മുടെ മൈഗ്രേഷൻ, കേരളത്തിലേക്കുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് ബ്രാഹ്മണർ മാത്രമൊന്നുമല്ല, യാദവർ മുഴുവൻ വന്നത്. കാരണം കോലത്തിരിയൊക്കെ യാദവന്മാരാണ്. അവർ വന്നിട്ട് അവരാണ് സത്യത്തിൽ കൃഷി വളരെ വ്യാപകമാക്കുന്നത് കേരളത്തിൽ. പിൽക്കാലത്ത് തെക്കോട്ടേക്ക് അത് നീങ്ങുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് സംസ്കൃതത്തിലെ പദാവലികൾ മുഴുവൻ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ സ്വന വ്യവസ്ഥ മാറിത്തീരുകയും ചെയ്തു. അതുവരെ 5-5-25 കുറച്ചെണ്ണം കൂടിയ ഒരു 30-32 നിന്നിരുന്ന നമ്മുടെ സ്വന വ്യവസ്ഥ 52-51 സംശയത്തില്ല 52 എത്തി നിൽക്കുകയാണ്. ഇത് വികാസമാണ്. ഇപ്പം ഇംഗ്ലീഷിൽ വന്നതിൻ്റെ ഒരു കുഴപ്പമറിയോ നമുക്കിപ്പോൾ? ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ ഇതേപോലെ എടുത്തിട്ടെല്ലാം കൂടി നമ്മളൊരു വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ലേബിയോ
ബൈലേബിയൽ ഫ്രിക്ഷൻ ഉണ്ടല്ലോ, ഫാദർ എന്ന് പറഞ്ഞ ഈ നമ്മളെടുത്തു. ആ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തമ്മിലടിയായി. ഏത് എന്നുണ്ട് ഫലം എന്നുള്ളത്. ഇപ്പൊ ആളുകളൊക്കെ ഫലം എന്ന് എഴുതിയാൽ ഫലം എന്നേ വായിക്കുള്ളൂ. ഇന്നലെ ഞാൻ അപൂർവമായിട്ട് ഈ ചാനൽ കാണുള്ളൂ. ഇന്നലെ വെറുതെ ആടി ഇരുന്നപ്പോൾ കണ്ടതാണ് കുട്ടികൾ പാട്ട് പാടുമ്പം എന്നുള്ള ഈ ബൈലേബിയൽ എന്താ അതിന് പറയാ, പ്ലോസീവ് അല്ല, എന്താ ഫ്രിക്കേറ്റീവ്. ആ സാധനം അവർ ഉച്ചരിക്കുന്ന എന്നാണ്. എന്നിട്ട് അവർ തിരുത്തി. ഇത് നമ്മുടെ സ്വന സിസ്റ്റത്തിൽ വന്ന വലിയൊരു മാറ്റാണ്. ഇങ്ങനെ ഒരു പുതിയ ഒരു വർഗം, അത്തരം ഒരു വർഗം നമുക്ക് ബൈലേബിയിലുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സാധനമില്ല നമുക്ക്. അതിങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഈ രണ്ട് ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നു. എഴുത്തിൽ വന്നപ്പോൾ അത് പിന്നെയും കോപ്പായി. എല്ലാം കൂടി ഇപ്പം ഏതാ ഉച്ചരിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ കുട്ടികളിൽ എളുപ്പം കൊണ്ട് മറ്റത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മഹാപ്രാണം ചേർക്കണമല്ലോ ഇതിൻ്റെ കൂടെ. അതത്ര എളുപ്പമല്ല. അതിന് കുറച്ച് പ്രയത്നം കൂടുതലുണ്ട്. അതുകൊണ്ട് സൗകര്യം എന്ന് പറയുന്നതാണ് നമ്മൾ സൗകര്യം ഉപയോഗിക്കാൻ. ഇങ്ങനെ നമ്മുടെ സ്വനവ്യവസ്ഥ വളരുന്നുണ്ട്. ഇതിനനുസരിച്ച് സ്വനിമ വ്യവസ്ഥ മാറും. അതിനനുസരിച്ചിട്ട് നമ്മൾ പദാവലികൾ ഇങ്ങനെ ഇതൊക്കെ വരുന്ന പദാവലി വരുമ്പോഴാട്ടോ. പദാവലി വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ പദം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ പദാവലി മാറുന്നു. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് അറിവുണ്ട്. ഈ അറിവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിവ് എന്ന് പറയുന്നത് കൃത്യമായ യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ നമ്മൾ കൺസെപ്ച്വൽ ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകുമ്പോഴാണ് അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. യാഥാർത്ഥ്യത്തെ കൺസെപ്ച്വൽ തലക്കുള്ളിയിലേക്ക് കൊണ്ടുപോകണം. എടി അറിവ് ഇൻ റിയാലിറ്റി അറിവൊന്നുമില്ല കേട്ടോ. അറിവുള്ളത് തലക്കുള്ളിലാണ്. അങ്ങനെ ഈ സങ്കല്പനം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ സങ്കല്പനം എന്തിനാ ഇയാൾ ഉപയോഗിച്ചതെന്ന്. സങ്കേതം അല്ലെ, സാങ്കേതിക പദങ്ങൾ എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അപകടം തെറ്റൊന്നുമല്ല കേട്ടോ. അപകടം എന്താണെന്നറിയോ? സാങ്കേതികത എന്ന് പറയുന്നത് ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനം അതുമായിട്ട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമ്മൾ സാങ്കേതിക പദം എന്നും സങ്കല്പനം എന്നും വേറെ ഉപയോഗിക്കേണ്ടി വരും. കൺസെപ്റ്റ് എന്നുള്ളതിന് സങ്കല്പനം എന്ന് ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ കുഴപ്പം വരും, ഇവിടെയുള്ള എഴുതിയ കുഴപ്പം. ഇപ്പം ആ എഴുതിയതിന് കുഴപ്പമുണ്ട്. ഇങ്ങനെ സങ്കല്പനങ്ങൾ ഉണ്ടാക്കുകയാണ്. സങ്കല്പനം എന്ന് പറയുന്നത് ഒരു നോളജാണ്, ഒരു അറിവാണ്. ഈ അറിവ് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. എവിടെ? നിങ്ങൾക്കൊരു അറിവുണ്ടായാൽ ആ അറിവെടുത്ത് നിങ്ങൾക്ക് പ്രയോഗിക്കാം. പദവും പ്രയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ അറിവ് എടുത്ത് പ്രയോഗിക്കുകയും പിന്നെ എന്താണ് സിദ്ധാന്തം, പിന്നെയുള്ളത് സിദ്ധാന്തമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് തിയററ്റിക്കൽ നോളജ്. ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ലെവലിലുള്ള സങ്കല്പനങ്ങളുടെ ഒരു ശ്രേണീക്രമത്തെയാണ് ഒരു തിയറി എന്ന് വിളിക്കുന്നത്, ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇപ്പോൾ രസസിദ്ധാന്തം എന്ന് പറയുന്നത് വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്ന് പറയുന്ന ഈ എല്ലാ വാക്കും എന്താ? വാക്കല്ല, എന്താ? കൺസെപ്റ്റാണ്. ഒറ്റ അർത്ഥമല്ല അതിന്. ആ വാക്ക് ഒരു വലിയ ആശയത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അത് നമ്മൾ ആ ആശയങ്ങൾ, ആ സങ്കല്പനങ്ങളൊക്കെ കോർത്ത് വെച്ചിട്ട് ഒരു ക്രമത്തിൽ കോർത്ത് വെച്ചപ്പോഴാണ് ഏതുണ്ടാവുന്നത്? രസസിദ്ധാന്തം ഉണ്ടാവുന്നത്. അപ്പോൾ സിദ്ധാന്തങ്ങൾ എപ്പോഴും കൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ സങ്കല്പനങ്ങളുടെ ഒരു ശ്രേണിയാണ്, ഹയറാർക്കിക്കൽ ശ്രേണിയാണ്. അത് മാറിയാൽ തിയറി മാറും കേട്ടോ. പല തിയറിയും ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്രേണിയുടെ ക്രമം മാറ്റിയാൽ വേറൊരു തിയറി കിട്ടും. പല തിയറിയും വെസ്റ്റേൺ തിയറിയിലെ പലതും ഈ സങ്കല്പനങ്ങളുടെ ക്രമം ഒന്ന് മാറ്റിയാൽ വേറെ സാധനം കിട്ടും. ഇങ്ങനെ സിദ്ധാന്തങ്ങളാണ്. ഇതിൽ നിന്നാണ്, ഈ സങ്കല്പനങ്ങളെയും സിദ്ധാന്തങ്ങളെയുമാണ് നമ്മൾ അതിൻ്റെ ആവശ്യത്തിനാണ് സാങ്കേതിക പദാവലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ സാങ്കേതിക പദാവലി എന്ന് പറയുന്ന ഇതിലുപയോഗിച്ച വാക്കാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. ഞാൻ കുറേ പണിയെടുത്തേനെ, നിങ്ങൾക്ക് വേറെ അധികം പൈസ തരണേ, കൂലി അല്ല, ഒരുപാട് ഞാൻ തമാശ പറയല്ല. ഇവൻ ഇതുകൊണ്ട് തലയിലിട്ടതിന് ശേഷം ഞാൻ
കുറച്ച് ദിവസം എനിക്ക് ഉറക്കം വരുന്നില്ല. ഇതെന്നപ്പോൾ ഞാൻ പോയിട്ട് പറയുക, എൻ്റെ മേഖലയല്ലല്ലോ, ഞാൻ ഫോക്ലോറിസ്റ്റാ. പക്ഷെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ എപ്പിസ്റ്റമോളജിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടുള്ള ഒരു ഗുണം കൊണ്ടാണ് ഇത് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലേ സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ. ഈ എപ്പിസ്റ്റമോളജി മനസ്സിലായത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താണ് തിയറി, എന്താണ് സങ്കല്പനം, എന്താണ് അപ്ലിക്കേഷൻ ഓഫ് തിയറി, ഇതൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അടുത്തലേക്ക് പോവാം, സമയം കൂടും തോന്നല്ലേ. ഇനി നമുക്കൊന്ന് സമൂഹത്തിലേക്ക് പോവാം. ഇതെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? സമൂഹത്തിലാണ്. സമൂഹത്തിൽ ഇപ്പം അതാണല്ലോ നമ്മുടെ മന്ത്രം. ഏത് പാർട്ടിയായാലും തിരക്കുള്ള വികസന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വികസനം എന്ന വാക്കിന് വല്ല ദൈവികമായ കഴിവുണ്ടെങ്കിൽ നമുക്കൊക്കെ മോക്ഷം പണ്ടേ കിട്ടിയിട്ടുണ്ടാവും. വികസനം രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങും വികസനം. എല്ലാം വികസനത്തിൻ്റെ പേരിലാണ്. എന്താണ് വികസനം? ഈ വികസന തത്വം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രം ഉണ്ടാവുകയും ഐഡിയോളജി ഉണ്ടാവുകയും ആ ഐഡിയോളജിക്കനുസരിച്ചിട്ട് പെർസെപ്ഷൻ, നിരീക്ഷണം ഉണ്ടാവുകയും ലോകത്തെ മനസ്സിലാക്കുന്ന ഐഡിയോളജി വെച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്ന കുറേ കാലം പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നപ്പോൾ അവർ ഐഡിയോളജി നമ്മളെ ബാധിക്കുകയും ബാധയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയും എന്നിട്ട് അതിലൂടെ ലോകത്തെ നമ്മൾ കാണുകയും നിരീക്ഷിച്ചിട്ട് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുകയും ഇപ്പം എന്താ സ്ഥിതിയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അത് വേറെ കാര്യം. രാഷ്ട്രീയം പറയല്ല, എല്ലാവരും ഏത് പാർട്ടിയായാലും ഇതെങ്ങനെയാണ്. പ്രത്യയശാസ്ത്രമില്ലാത്ത പാർട്ടിക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പം നിൽക്കാം കേട്ടോ. ഇപ്പോൾ ഒന്നും പ്രത്യയശാസ്ത്രമൊന്നുമില്ല, വികസനമേ ഉള്ളൂ. എല്ലാവരും വികസനമില്ലേ പറയുന്നത്. നമ്മുടെ ഏത് പാർട്ടിയാണ് വികസനം പറയാത്തത്? അപ്പോൾ 3-4 ഘട്ടമാണ് വികസനം എന്ന് പറയുന്നത്. സാധിച്ചെടുക്കുന്നത് പ്രത്യയശാസ്ത്രം ഉണ്ടാക്കുകയും, പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ കാണാനുള്ള സീവാണ്. ഇറ്റ് ഈസ് എ സീവ് ഇൻ ബിറ്റ്വീൻ അവർ ഐസ് ആൻഡ് ദി ഒബ്ജക്റ്റ്. ഇതാണ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ഐസ് മാത്രമല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഈ ലോകം എനിക്ക് പുറത്താണ്. ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്ക് പുറത്തൊരു ലോകമുണ്ട്. ഈ ലോകത്തെ ഞാൻ എൻ്റെ 5 ഇന്ദ്രിയങ്ങളിലൂടെ അറിയാണ്. ഇതൊക്കെ നമ്മുടെ ഇതിൽ പണ്ടേ പറഞ്ഞതാട്ടോ. ഇന്ത്യൻ ഇതിലും പണ്ടേ ഇതെല്ലാം പറഞ്ഞു വെച്ചതാണ്. ഇപ്പം നമ്മൾ അതെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ അയാൾ പിന്തിരിപ്പനാന്ന് പറയും. അതുകൊണ്ട് അത് പറയണ്ട, നമുക്ക് ഇത് പുതിയ തന്നെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ പ്രത്യയശാസ്ത്രം ഉണ്ടാവും. അതിലൂടെയാണ് നാം ലോകത്തെ അറിയുന്നത്. ആ അറിഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷിക്കും. പെർസെപ്ഷൻ എന്നാണ് പറയുക. പെർസെപ്ഷന് കാരണമായി വർത്തിക്കുന്നത്, അതിൻ്റെ ഇതായിട്ട് വർത്തിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രമാണ്. ഏത് പ്രത്യയശാസ്ത്രത്തിലൂടെ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രം മാറുന്നതിനനുസരിച്ചിട്ട് വ്യത്യസ്ത റിയാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. അല്ലേ? ഒരേ കാര്യം തന്നെ പലരും തമ്മിൽ അടിയുണ്ടാകുന്നത് പ്രത്യയശാസ്ത്രം മാറുന്നതുകൊണ്ടാണ്. പ്രത്യയശാസ്ത്രം മാറിയിട്ടാണ് ഈ നാട്ടിലുള്ള പല അടിയും. പദം മാറിയാലും മാറും കേട്ടോ, അർത്ഥാലത്തിൽ മാറും. അങ്ങനെയാവുണ്ട് തമിഴനും മലയാളിയും ഒന്നിച്ചു പോയിട്ട് അവസാനം അടിയായത്. ബോധവൈക്ക് പാമ്പിനെ കണ്ടു രണ്ടാളും കൂടി പോകുമ്പോൾ. അങ്ങനെ ഈ മലയാളി പറഞ്ഞു പാമ്പ് എന്ന്. ഇപ്പം കടി അങ്ങോട്ടും എന്നാണ് പറഞ്ഞു. അന്നേരം തമിഴൻ പറഞ്ഞു ആമാ എന്ന്. ഏട്ടാ ഇത് പാമ്പെന്ന് പറഞ്ഞു. പിന്നെയും തമ്മീ പറയുന്നു ആമാ എന്ന്. അടിയായി ഒരടിയും കൊടുത്തു. ഇപ്പൊ തിരിഞ്ഞു വന്ന് ചോദിച്ചു. ഇതുപോലെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും കേട്ടോ. അത് പദത്തിനും വരും, സങ്കല്പനത്തിനും വരും, ഈ ഏർപ്പാടിനെല്ലാം വരും. അപ്പം നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ചിട്ട് ഇതിന് പ്രത്യയശാസ്ത്രം വേണ്ട കേട്ടോ. ഈ പാമ്പിനെ അങ്ങനെ നോക്കാൻ പ്രത്യയശാസ്ത്രം വേണമെന്നില്ല. ഈ കോഗ്നീഷൻ മതി. കോഗ്നീഷനും പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസമാണ്. കോഗ്നീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. അനുഭവങ്ങളിലൂടെ നിങ്ങൾ കോണ്ടെക്സ്റ്റുകളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഫങ്ഷനും എല്ലാം ചേർത്തിട്ട് തലക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ കോഗ്നീഷനാവും. പിന്നെ എപ്പോൾ കണ്ടാലും അതാണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഈ പ്രത്യയശാസ്ത്രം എന്നാന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കണ്ട് തിരിച്ചറിയാം. എങ്ങനെ എന്താണത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അതിൽ നിരീക്ഷിക്കും. അതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്, നിരീക്ഷണം. ഈ നിരീക്ഷണം അത്യാവശ്യം, അത് സയൻസായാലും അത്യാവശ്യമാണ് അല്ലേ? പരീക്ഷണങ്ങളാണ് സയൻസിൻ്റെ ലക്ഷണം തന്നെ. നമ്മൾ പറയുമ്പം പറയാം എന്താ, നിരീക്ഷണവും വേണം, പരീക്ഷണവും വേണം. നിരീക്ഷണം സബ്ജക്റ്റീവാണ് ഒരു പരിധിവരെ.
അതുകൊണ്ട് ആ കോണ്ട ഫിസിക്സുമായിട്ട് കുഴപ്പമായത് പോട്ടെ, അത് നേരമില്ല. നിരീക്ഷണം കഴിഞ്ഞിട്ടാകുമ്പം ഇത് അകത്തോട്ടേക്ക് പോവും. നിങ്ങൾ കണ്ണിൽ നിൽക്കില്ല കേട്ടോ, അത് ഉള്ളിലേക്ക് പോവും. ഉള്ളിലേക്ക് പോയാൽ അതിനെയാണ് കൺസീവിങ് എന്ന് പറയുക. കൺസെപ്ഷൻ എന്ന് പറയില്ല, കൺസീവിങ് എന്നേ പറയുക. കൺസെപ്ഷൻ വേറെ അർത്ഥം വരും. അതുകൊണ്ട് ഞാനതിനൊരു വാക്ക് പുതിയത്, ഇത് ഞാൻ ഉണ്ടാക്കിയ വാക്കാട്ടോ, ഉൾച്ചേരൽ. ഞാൻ മാക്സിമം ഇത് കഴിയുമ്പോൾ തന്നെ കുറേ വാക്കുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഉൾച്ചേരൽ എന്നാണ്, അകത്ത് ചേരുക. ഉള്ളെന്ന് പറഞ്ഞ മനസ്സ് എന്നാണ് മലയാളത്തിലെ, പഴയ മലയാളത്തിലെ. ഇത് ഉള്ളിൽ ചേരുകയാണത്, കൺസീവ് ചെയ്യാണ്. കൺസീവ് ചെയ്തല്ല കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് നിങ്ങൾക്കനുസരിച്ചൊരു സാധനം പുറത്തുണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാണോ നിങ്ങൾ കൺസീവ് ചെയ്യുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾക്ക് ലോകത്തെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ ലോകം മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഏതാണ്? പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത്? പ്രത്യയശാസ്ത്രത്തിൽ തുടങ്ങണം, എന്നാലേ സംഗതിയൊക്കെ നടക്കുള്ളൂ. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സാധനം. ഇത് ഇന്റർനാഷണലി യൂണിവേഴ്സലി നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൺസെപ്റ്റാണ് ശീലം അല്ലെങ്കിൽ നോളജ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്റർനാഷണലി തന്നെ എപ്രൂവ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം നോളജാണെന്ന് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്, ഒരു അടിസ്ഥാനമില്ലാതെ. ഇപ്പോൾ നമ്മുടെ നാടൻപുറത്തുള്ള ഒരാൾ ഒരു കൊട്ടമടിയാണ്. പണ്ടൊക്കെ പറഞ്ഞ ക്രാഫ്റ്റ് എന്നൊക്കെയാണ്. ഇപ്പം നോളജ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നോളജാന്ന് പോലും അത്. എങ്ങനെയാ അതാവുക? നോളജ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അമൂർത്താവണം എന്ന് പറഞ്ഞാൽ, അമൂർത്തം എന്ന് പറഞ്ഞാൽ ഫിസിക്കലായ ഭൗതികമായ ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിന് വാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തനതായ വാക്ക് ടൈം ആൻഡ് സ്പേസ് എന്ന് ഒരു സാധനത്തിന് ഇടം ആൻഡ് ഇട എന്നാണ് നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന വാക്കാണ്. നമുക്ക് വേറെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പണ്ടേ ഉപയോഗിച്ച് വരുന്ന വാക്കാണ് ടൈം ആൻഡ് സ്പേസ്. പിന്നെ അതിനിടയില്ല, ഇടയായില്ല. എന്താണ്? ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്, ഒരിട കിട്ടിയില്ല എന്നൊക്കെ പറയാം. ഇത് സ്പേസ്, പിന്നെ ഇതാണ്, ടൈമാണ്. സ്പേസും ഇതുപോലെ തന്നെയാണ്. ഇടം അല്ലേ? നമ്മൾ തർജ്ജമ ചെയ്തിട്ട് എടിയൂർത്തിൽ ബസ് സ്റ്റോപ്പിന് ഉണ്ട്, ബസ് കാത്തിടന്നല്ല, കാത്തിരിപ്പ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാത്തിരിപ്പ് കേന്ദ്രം എന്നാണ് അല്ലേ? ലെപ്രസി ആസ്പത്രി, കോഴിക്കോട് ആസ്പത്രിക്ക് പിന്നെ ഇംഗ്ലീഷ് കുഴപ്പമില്ല. കുഷ്ഠരോഗ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ എന്ന് പറഞ്ഞാൽ മലയാളീൻ്റെ ഒരു പ്രശ്നം, മലയാളിക്ക് ഒരിക്കലും സംശയം തീരില്ല. അതുകൊണ്ട് അവൻ ഇത് പുതിയ വാക്കുണ്ടാക്കുമ്പോൾ എന്താ എന്നറിയോ? സമസ്തപദം എന്ന് പറഞ്ഞൊരു സാധനം സാറ് പറഞ്ഞല്ലോ. ഈ സമസ്തപദത്തിനുള്ള പിന്നെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ മധ്യമപദലോപി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഉപയോഗിച്ചാൽ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നടുവില്ല വാക്കുകളെ മുഴുവൻ ഇല്ലാണ്ടാക്കാം, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള വാക്ക് മാത്രം എടുക്കാം. ഇത്രയും സാധ്യതയുള്ള നമ്മൾ പോയിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നൊക്കെ വേറെ പറയണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനാ ബസ്സാക്കുന്നത്? കാത്തിടം എന്ന് പറഞ്ഞൊരു വാക്കിട തീർന്നു. റോഡുമിൽ ബസ്സിനല്ലാണ്ട് കാത്തിരിക്കാപ്പ പല്ലേ. ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കാത്തിരിക്കാം, കുഴപ്പമൊന്നുമില്ല, റോഡ് സൈഡിലും കാത്തിരിക്കാം. പക്ഷെ അതിന് കാത്തിടം എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാത്തിടം എന്ന് ബസ് ഒരു റോഡിന്റെ സൈഡിൽ കാത്തിടം എന്ന് എഴുതി വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ബസ് കാത്തിരിക്കാനുള്ള സ്ഥലമാണെന്ന്. അതിനിങ്ങനെയല്ലോ എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണ് മലയാളീൻ്റെ കുഴപ്പം. അതുകൊണ്ട് മലയാളീനെ നമ്മൾ ഈ പദാവലി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാൽ സംഗതി പോക്ക, സംശയം തീരൂല. ഒറ്റ വാക്ക് കാത്തിടം ഒരു ബ്ലെൻഡഡ് വേർഡാണത്. ഓട്ടെ. അപ്പോൾ ഇത് പ്രത്യയശാസ്ത്രം, ഉൾച്ചേരൽ, സങ്കല്പന. ഉൾച്ചേരൽ കഴിഞ്ഞാൽ അല്ല, ഇപ്പുറത്തെ ഉൾച്ചേരൽ, തിരിച്ചറിവ്, പദം, ഇതല്ലേ നമ്മൾ മാറിപ്പോയാ? അതെ തന്നെ. അറിവും എന്താണ്?
പ്രത്യയശാസ്ത്രത്തിലൂടെ തന്നെയാണ് നമ്മൾ അറിയുക. സാധനങ്ങൾ അറിയുന്നത് പ്രത്യയശാസ്ത്രമാണ്. ഇവിടെ പ്രത്യയശാസ്ത്രത്തിന് പകരം എക്സ്പീരിയൻസ് ആണ്, അറിവാണ്. പ്രത്യയശാസ്ത്രത്തിലൂടെയാണ് നാം എന്തറിയുക, ലോകത്തെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് കൺസീവ് ചെയ്യുകയും കൺസീവ് ചെയ്തത് ഉൾച്ചേർക്കുകയും. ഉൾച്ചേർക്കലാണ് കൺസീവിങ്. കൺസീവിങ് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ സങ്കല്പനമാക്കി മാറ്റും, അതിനെ അമൂർത്താക്കും. പുറത്തേക്ക് ഭാഷയിലൂടെ അമൂർത്താക്കുമ്പോൾ നമുക്ക് സങ്കല്പനങ്ങൾ കിട്ടും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു കുറേ സങ്കല്പനങ്ങൾ ചേർത്തിട്ട് ഒരു ഘോഷയാത്രയാണ് ഒരു തിയറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വിഭാവം, അനുഭാവം, ഇതിൻ്റെയൊക്കെ ഒരു ഓർഡറിൽ നിന്ന് കഴിഞ്ഞാൽ രസം എന്ന് പറയുന്നൊരു സാധനം കിട്ടും. അതിപ്പം സിൻഡാഗ്മാറ്റിക് സ്ട്രക്ചറലിസം, എനിക്ക് ഫെമിലിയർ ആയത് സിൻഡാഗ്മാറ്റിക് സ്ട്രക്ചറലിസം ആയതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞാൽ, ഒരു യൂണിറ്റ് കഴിഞ്ഞ് വേറൊരു യൂണിറ്റ്, ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പിൻ്റെ തിയറി വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഇന്ന ഫംഗ്ഷൻ വരണം നിയമമുണ്ട്. അങ്ങനെ ഒരുപാട് കൺസെപ്ച്വൽ ലെവലിലുള്ള ഒരുപാട് സങ്കല്പനങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ വാക്കും അങ്ങനെയാണ്. ഒരു വാക്യം ഉണ്ടാകുന്നത് പോലെ ഒരു കഥയുണ്ടാവും. അത് അതിന് സമയമില്ല എന്നും പറയാം. ഇങ്ങനെയാണ് സാങ്കേതിക പദം ഉണ്ടാകുന്നത്. അപ്പോൾ 2 തരം സാങ്കേതിക പദമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്നുകിൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി. ഈ 2 അല്ലാതെ വേറൊന്നും ഇല്ല ലോകത്ത്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അതേ ഉള്ളൂ. ബാക്കിയൊക്കെ പദങ്ങളാണ്. ഇനി സമയത്തിലായി. ഇനി ശീലത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. ശീലത്തെക്കുറിച്ച് വേണം. അനുഭവങ്ങൾ തെര്യം ആയി. ഞാൻ പുതിയൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, തെര്യം. അനുഭവങ്ങൾ തെര്യമായിത്തീരുന്നു. എന്ത് ബോധ്യമായിത്തീരുന്നു. നല്ല വാക്കല്ലേ? എന്ത് മനോഹരമായ വാക്കാ. പടക്കം എഴുതിയിരുന്നത് തെര്യം എന്നാണ്. ഇജ്യ നമുക്കില്ലാത്തതാണ്. കാരണം നമ്മൾ നേരിട്ടിട്ട് ആ കൂട്ടണ ആക്കിയിട്ട് ഈ വ്യഞ്ജനത്തോട് ചേർക്കില്ല. അതുകൊണ്ട് തെര്യം എന്നാണ് നമ്മൾ എഴുതിയിരുന്നത് പഴയ ലേഖകളിലൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തപ്പണം. ഈ സാങ്കേതിക പദം ഉണ്ടാക്കാൻ ഇവിടെ നിന്നാൽ പോരെ. കുറേ ചത്തുപോയ വാക്കുകളുണ്ട്, എടുത്തിട്ട് പുതിയ അർത്ഥം കൊടുക്കാമല്ലോ. പുതിയതായിട്ട് കണ്ടെത്തണം. പഴയയിൽ പോയാൽ കിട്ടും. പഴയ രേഖകളിൽ പോയാൽ ഇന്നിപ്പോൾ ഉപയോഗിക്കാത്ത വാക്ക് അതിനെ എടുത്തുകൊണ്ടുവരിക, ഒന്ന് രാഗം മിനിക്കിയിട്ട് അങ്ങോട്ട് പുതിയ വാക്കുണ്ടാക്കുക. ഇപ്പോൾ എടുവും അത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്ത കാര്യമില്ലേ. ടൈം ആൻഡ് സ്പേസ് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുള്ളൂ നമ്മൾ. തെര്യം ശീലങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ ബോധ്യങ്ങൾ, നേരത്തെ പറഞ്ഞ ബോധ്യങ്ങൾ എന്താണ്? ശീലങ്ങളാണ് ഉണ്ടാക്കുന്നത്, പ്രാക്ടീസാണ്. ചില ബോധ്യങ്ങൾ നമ്മളെ ഇപ്പം ക്രിയാ രീതിയിലാകുമ്പോൾ ചില ക്രിയാ രീതി, അനുക്രമം, ക്രിയകളുടെ അനുക്രമം ഏതിൻ്റെയെങ്കിലും ഒന്നൊരു പാഠാവും. വസ്തുവും ആക്ഷനും കൂടി ചേർമ്പോഴാണ് ഒരു ഈവൻ്റ് ഉണ്ടാകുന്നത്. ഒരു ഈവൻ്റ് എന്ന് പറയുന്നത് നാടകത്തിലായാലും ജീവിതത്തിലായാലും ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ? ടൈം ആൻഡ് സ്പേസ് ആണ്. ടൈം ആൻഡ് സ്പേസ്, ഒരു പ്രത്യേക ടൈം ആൻഡ് സ്പേസിൽ ആക്ഷനും കൂടി ചേരുമ്പോൾ അതെന്താവും? ഒരു ഈവൻ്റ് ആവും. ഇതാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. അത്തരം പുതിയ ഈവൻ്റ് ഉണ്ടാവുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈവൻ്റുകൾ ഉണ്ടാവുന്നു. ടൈമും സ്പേസും ആക്ഷനും കൂടി ചേർന്നിട്ട് ഈവൻ്റ് ഉണ്ടാകുകയും അത് പലപ്പോഴും അതിനെ നാം അത് റിയാലിറ്റിയായി കണക്കാക്കുകയും ഈ ഒരു സവിശേഷമായ അതിനെ നമ്മൾ പുതിയ കാലത്ത് വളരെ കോണ്ടക്സ്റ്റൽ തിയറി വന്നപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് കോണ്ടക്സ്റ്റൽ തിയറി എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. സാഹചര്യ സിദ്ധാന്തം എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈം ആൻഡ് സ്പേസിൽ ഒരു ആക്ഷൻ ഇങ്ങനെയേ ആവുള്ളൂ എന്ന് സ്ഥാപിച്ചെടുക്കുന്നതാണത്. അപ്പോൾ ആ ആക്ഷൻ ടൈം ആൻഡ് സ്പേസ് മാറുമ്പോൾ എന്ത് ചെയ്യും? ഇടവും ഇടവും മാറിപ്പോവാണ്. അന്നേരം എന്ത് ചെയ്യും? അതിന് നിൽക്കാൻ പറ്റില്ല. അന്നേരം എന്ത് ചെയ്യും? ഒന്ന് അനങ്ങി നിൽക്കും, ഇല്ലേ? ലേസ് അതിന് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഇല്ലേ? ഇപ്പം വണ്ടിയിലൊക്കെ സീറ്റിൽ മൂന്നാളിരിക്കുന്ന സീറ്റിൽ 4 ആളിരിക്കുക, അല്ലെങ്കിൽ 5 ആളെല്ലാം ഇരുന്നിട്ടാണ് ഇപ്പം യാത്ര ചെയ്യുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിൽ. 5-ൽ ഒരാൾ എഴുന്നേറ്റാൽ നമ്മളെന്താ ചെയ്യുക? ഒന്ന് അനങ്ങിയിരിക്കും, 4 ആൾ മാത്രമാവും. പിന്നെ മറ്റു നിൽക്കുന്നവനോട് ഒരു കൂറും നമുക്കുണ്ടാവില്ല, ഇല്ലേ? അങ്ങനെയാണ്. അപ്പോൾ
ഒരു അനങ്ങിയിട്ടൊരു പുതിയൊരു അവസ്ഥ ഉണ്ടാക്കും, പുതിയ പാഠം ഉണ്ടാക്കുകയാണ്. സീറ്റിൽ 5 ആളുള്ളത് ഒരു പാഠമാണ്, ഒരു ടെക്സ്റ്റാണ്. 5 ആൾ വഴിക്ക് വരിക്ക് ഇങ്ങനെ തിങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരാൾ ഇങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് അനങ്ങിയിരിക്കുമ്പോൾ പുതിയ പാഠം ഉണ്ടാകും, പുതിയ അവസ്ഥയാണ്. പുതിയ സ്ഥലവും പുതിയ കാലവും ചേർന്നിട്ട് പുതിയൊരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഇതിനെയാണ് പുതിയ പാഠം എന്ന് പറയുക. നമ്മൾ ടെക്നിക്കലായിട്ട് തന്നെ പാഠം എന്നാണ്. അപ്പോൾ ഈ ലോകം മാറുന്നത് പാഠങ്ങളിൽ നിന്ന് പാഠങ്ങളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ? സ്ഥലവും കാലവും മാറുമ്പോൾ ഏക്ഷം മാറും, അവസ്ഥ മാറും, പൊസിഷൻ മാറും, എല്ലാം മാറും. അതിനെ നാം വിളിക്കുക പാഠം എന്നാണ്, ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ ലോകത്ത് എന്താണ്? അതുകൊണ്ട് പാരമ്പര്യ സമൂഹത്തിൽ അറിവിൻ്റെ ഉൽപാദനം ആവശ്യമായി വരുന്നില്ല. ഒരാൾ പോകുമ്പം മറ്റേ ആളെ ഇനി ഇരുത്തരുത് എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതിന് തിയറിയൊന്നും വേണ്ട. ഏതെങ്കിലും തിയറി പ്രകാരമാണ് ഒരാൾ പോകുമ്പം നമ്മൾ അനങ്ങിയിരുന്നിട്ട് അയാളെ ഔട്ടാക്കുമ്പോൾ നിന്നാളെ സമ്മതിക്കാത്തത് അല്ലല്ലോ. തിയറിയൊന്നുമില്ല ഇനി. അത് ആവശ്യമാണ്, ഫങ്ഷനാണ്. അങ്ങനെ ആവശ്യം വരുമ്പോൾ സമൂഹം എന്തുണ്ടാക്കുന്നു? പുതിയ പാഠം ഉണ്ടാക്കും. അപ്പോൾ ഈ പുതിയ പാഠം പിന്നെ എന്താവും? ശീലമാവും. അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടും. നമ്മൾ തിയറിയല്ല. അപ്പോൾ ഇത് നമ്മൾ കണ്ടാൽ, ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കണ്ടാൽ, നാളെ നമ്മൾ നിൽക്കുകയാണെന്ന് നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യും? അയാൾ എണീക്കുന്നതിന് മുമ്പേ അവിടെ പോയിട്ട് ഇരുന്ന് കളി. നമ്മളൊരു പുതിയ പാഠം ഉണ്ടാക്കാൻ, ഇതിനെ മറികടക്കാൻ എന്താ വഴി? അതാണ്. അങ്ങനെ ശീലങ്ങളിലൂടെ ഒരു ശീലം മറ്റൊരു ശീലത്തിന് വഴിമാറുകയും ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഇതിന് തിയറിയൊന്നുമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു കൊട്ടമടിയുന്നത്? ഒരു ട്രൈബിൽ ഒരാൾ കൊട്ടമടിയുന്നത് എങ്ങനെയാണ്? ശീലമാണ്, പ്രാക്ടീസാണ്. അല്ലാതെ അതിന് തിയറി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇത്ര നീളത്തിൽ ഇത്ര സെൻറ്റിമീറ്ററിൽ എന്നെ ഇത്ര ഇതിൽ കർവിൽ വളക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ട ആരെങ്കിലും? ഇല്ല. അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൊട്ടമടിയുമ്പോൾ അവിടെ കുട്ടി ഇരിക്കും, കുട്ടി കാണും, കണ്ടിട്ട് അത് അനുകരിക്കും. ശീലാണ്. ഇതിനെയാണ് പ്രാക്ടീസ് എന്ന് വിളിക്കുക. ഈ പ്രാക്ടീസാണ് ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് ആഗോളകമായി ഈ ശീലത്തെ, പ്രാക്ടീസിനെ നോളജ് എന്ന് വിളിക്കുന്നു. അതാണിപ്പോൾ IKS ആയാലും ഇൻഡിജിനസ് IKS ആയാലും ഈ ഇത് മാറ്റേണ്ടി വരും കേട്ടോ. തമ്മിൽ അടി വരും കേട്ടോ. ഇൻഡിജിനസ് നോളജ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മുടെ ഒരു ടെക്നിക്കൽ ടേം ഉണ്ടായിപ്പോയിട്ടുണ്ട്. ഇൻഡിജിനസ് നോളജാണ്. IK ഉണ്ട്, TK ഉണ്ട്. യുനെസ്കോൻ്റെ TK ഉണ്ട്. ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞിട്ട് TK എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. ഇത് കോലീഷൻ വരും തമ്മിൽ. അപ്പോൾ ഇത് സത്യത്തിൽ നോളജ് ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ? പ്രാക്ടീസേ ഉള്ളൂ. ഈ പ്രാക്ടീസിനെ നോളജ് എന്നതിനാ വിളിക്കുന്നറിയോ? ഇത് വെച്ചിട്ട് നാളെ കളിക്കാനുണ്ട്. എന്താ കളി? അത് ഇതിൻ്റെ ഭാഗമല്ല, അത് വേറൊരു വലിയ കളിയാ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിൽക്കുന്നതിൻ്റെ പുറത്താണെന്നറിയോ? അവകാശത്തിൻ്റെ പുറത്താ. പക്ഷെ അല്ല, ഇന്റർനാഷണലിയാണ് ഇവർ ചെയ്തത്, അല്ലാതെ ഇവിടെയല്ല. ഇന്ത്യക്കാരല്ല ചെയ്തത്. ഇന്റർനാഷണലി പ്രാക്ടീസിനെ നോളജ് എന്ന് വിളിച്ചത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ യുനെസ്കോയിൽ നടക്കുന്ന ഒരുപാട് ചർച്ചകളുടെ വെളിച്ചത്തിലാണ്. പ്രാക്ടീസ് തന്നെ തുടങ്ങണം. അതെ. ഇപ്പോൾ ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ റൈറ്റ് ഉണ്ട്, ഇതിൻ്റെ മേലെയുള്ള അവകാശം ഉണ്ടല്ലോ. 3 തരം അവകാശങ്ങളുണ്ട്. IPR ഉണ്ട്, PR ഉണ്ട്, CR ഉണ്ട്. അതിൽ ഏതെങ്കിലും നമ്മുടെ ഏത് എക്സ്പ്രസീവ് സിസ്റ്റത്തിനും ഇതിലേതെങ്കിലും ഒന്ന് ബാധകമായിരിക്കും. ഇപ്പോൾ ഇവർ ഈ പ്രാക്ടീസിന് എന്തില്ല, പ്രാക്ടീസിന് ചെയ്യാവുന്നത് കിട്ടാവുന്നത് പാറ്റന്റ് റൈറ്റാണ്, PR ആണ്. ഈ PR ആയെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ, അതിൻ്റെ ലാഭമൊന്നും എടുക്കാനൊന്നും പറ്റില്ല. PR നേരിട്ട് അവർക്ക് പോകേണ്ടതാ. ആർക്ക്? ആരാണോ ഉണ്ടാക്കുന്ന അയാൾക്ക് പോകും. IPR ആയാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലേക്കാണ് ഏത് പോവുക? നോളജായ പോവുക. അതിന് കൃത്യമായ വഴികളുണ്ട്. അത് ടെസ്റ്റ് നടത്തി ഇത് അതിൻ്റെ ഫോറം ഫില്ല് ചെയ്യണമെങ്കിൽ സാധാരണ മനുഷ്യന്മാർക്കൊന്നും പറ്റില്ല. സയൻറ്റിഫിക് വേ ഉണ്ട്. അതിലേക്ക് ഇതിനെ അടുപ്പിക്കുകയാണ്.
ഇത് വളരെ ആസൂത്രിതമായിട്ട് ആഗോളകമായി മുതലാളിത്തം ചെയ്യുന്ന വളരെ ശക്തമായ ഒരു സാധനമാണത്. പോട്ടെ, അത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ പാഠങ്ങളിലൂടെയാണ് ലോകം മാറുന്നത്. നമ്മൾ പുതിയ പാഠങ്ങൾ ഉണ്ടാക്കുന്നു. ഇല്ല, നോളജ് ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നോളജിൻ്റെ നിർവചനം എടുത്ത് എന്ത് വേണം? അമൂർത്ത റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി നിന്നാണ് നോളജ് ഉൽപ്പാദിപ്പിക്കുന്നത്. നോളജ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് അമൂർത്തായിത്തീരും. അതിനെന്തില്ല? ടൈമും സ്പേസും ഇല്ല. എവിടെ? അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എൻ അപ്ലിക്കേഷൻ പാർട്ട്. അതിനെ അപ്ലൈ ചെയ്യാൻ കഴിയണം. ഒരു നോളജ് ആണെങ്കിൽ ആ നോളജിന് അപ്ലിക്കേഷൻ വേണം. അതിനെയാണ് അപ്ലൈഡ് സയൻസ് എന്ന് സോഷ്യൽ സയൻസിൽ വിളിക്കുക, ടെക്നോളജി എന്ന് സയൻസിൽ വിളിക്കുക. ഈ അപ്ലിക്കേഷൻ പാർട്ടില്ല, അത് നോളജ് അല്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇതൊക്കെ ആളുകൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്താ അപ്ലിക്കേഷൻ പാർട്ട്? ഏത് നോളജ് ശീലാവില്ല. ശീലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോളജ് ഉണ്ടാക്കിയാൽ, ഇപ്പോൾ കൊട്ടമടിയുന്നതിന് ഒരു നോളജ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? പറ്റിയാൽ ഇത് അതിന് കൂലിയും ചെലവൊന്നും ഒക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. പഠിപ്പിക്കുന്നു. അതെ, അത് നോളജാണ്. അയാൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ. അതിന് നോളജാണെന്ന് പറയാൻ കാരണം അതിന് അപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്കത് എന്താ എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ശീലത്തിന് ആ പർട്ടിക്കുലർ സ്പേസ് ആൻഡ് ടൈമിലേ അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് മാനിഫെസ്റ്റേഷൻ ഉള്ളൂ. പക്ഷേ നോളജ് ആയാൽ ഏത് സിറ്റുവേഷനിൽ വരുമ്പോൾ അതിന് നിങ്ങൾക്ക് പുതിയ പാഠം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇതെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് നോളജ്, അതിനാണ് ഇവരിത് ഐക്യാണെന്ന് പറയുന്നത്. ഇവരിത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഒരു ശീലത്തെ, ഒരു പ്രാക്ടീസിനെ നിങ്ങൾക്ക് ലാബ് കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുകയും എന്നിട്ട് അതിനെ നോളജായിട്ട് പറയുകയും എന്നിട്ട് ആ നോളജിന് റൈറ്റ് വാങ്ങുകയും ചെയ്യാം, രജിസ്ട്രേഷൻ വാങ്ങുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള തന്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ അവർക്ക് തെറ്റുപറ്റുമൊന്നുമില്ല. യുനെസ്കോയിൽ ഇരിക്കുന്നതൊക്കെ വളരെ വളരെ ബുദ്ധിയുള്ള ആളുകളാണ്. പോട്ടെ, സമയമായിപ്പോയി കേട്ടോ, ഒരു മിനിറ്റ്. അറിവ് രൂപങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് സങ്കല്പനങ്ങളാണ്, മറ്റൊന്ന് സിദ്ധാന്തം എന്ന് പറയുന്ന പല സങ്കല്പങ്ങളുടെ ഒരു സവിശേഷ അനുക്രമമാണ്. സങ്കല്പനങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ ആശയങ്ങളുടെ ഒരു ചേർച്ചയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വാക്ക് തർജ്ജമക്ക് വഴങ്ങൂല. എന്താ കാരണം? ഒരുപാട് ആശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ യുനെസ്കോ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫോക്ലോറിനെ കുറിച്ചിട്ട്. ഈ വാക്കിനെ കുറിച്ച് തന്നെയാണ് അവർ പറഞ്ഞത്. ഈ സങ്കല്പനത്തെക്കുറിച്ച് അവർ പറഞ്ഞത് ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടേം എന്നാണ് അവർ അവസാനം പറഞ്ഞത്. എന്താ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടേം എന്ന് പറഞ്ഞാൽ? സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ടേമാണത് എന്നാണ്. ആ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ടേം എന്ന് പറയുന്നത് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇൻ ദ എവല്യൂഷണറി പ്രോസസ് ഇൻ ബിറ്റ്വീൻ, എന്താ ഞാൻ ഇംഗ്ലീഷായി പോകുന്നു അല്ലേ? ഈ ശീലം കൊണ്ടാണ്. രാവിലത്തെ ക്ലാസ്സിൻ്റെ ഓർമ്മയിലാന്ന് തോന്നുന്നു. ശീലം ഇംഗ്ലീഷ് പറഞ്ഞിട്ടേ നമ്മളിപ്പോൾ പറഞ്ഞ് ശീലിപ്പം അങ്ങനെയാണ്. മലയാളം ആർക്കും വേണ്ടല്ലോ. ഈ പറഞ്ഞവരാരോ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ടാണ് മലയാളത്തിൽ ഒരു അവസരം കിട്ടിയത് പറയാ. സാറിനെ പറഞ്ഞ് അതുപോലെ ഇവിടെ വന്നാലാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്നേരാ മലയാളത്തിൽ പറഞ്ഞു, ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ്. ഇപ്പോൾ ആർക്കിതൊന്നും വേണ്ട, മലയാളമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ വടായി പറയാന്നല്ലാണ്ട്. പോട്ടെ, പിന്നെ എന്താ കാര്യം എന്നറിയോ? നമ്മൾ ഇംഗ്ലീഷിലാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി എന്താ? ഇംഗ്ലീഷിലേക്ക് ചാടി അങ്ങ് വീഴും. അപ്പോൾ അത് മലയാളത്തിലാക്കണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എടുക്കണം. അതിനെ ആലോചിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ കൺസെപ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് വന്നിട്ട് മലയാളം പറയണ്ടേ. അപ്പോൾ എളുപ്പം എന്താ? നേരെ അങ്ങ് പറഞ്ഞാൽ മതി. അതുകൊണ്ട് സംഭവിക്കുന്നത്. പോട്ടെ, സങ്കല്പങ്ങൾ ഒട്ടേറെ ആശയങ്ങളുടെ ഒരു ചേർച്ചയാണ്. പദങ്ങളോ ആശയങ്ങളല്ല, ഒട്ടേറെ ഫീച്ചേഴ്സാണ്. ഒട്ടേറെ അനുഭവങ്ങളുടെ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളുടെ ഒരു സഞ്ചയാണ് ഒരു
പദം എന്ന് പറയുന്നത്. അതിനെ കൺസെപ്റ്റലൈസിട്ടാണ്. ഇൻ റിയാലിറ്റി നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു ജീവനെ കാണുമ്പോൾ, നായയെ കാണുമ്പോൾ, ഇപ്പോൾ നായയുടെ കടിയുടെ കാലമാണ്, അങ്ങനെ അതല്ലേ നല്ല ഉദാഹരണം. നായയെ കാണുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരൂ, ഈ സാധനമെല്ലാം ഒരുപാട് അനുഭവങ്ങളുടെ ഒരു ഒരു സഞ്ചയം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അതെല്ലാം ചേർന്നിട്ടാണ് നായ. പണ്ടത്തെ നായയല്ലേ ഇപ്പോട്ടോ. പണ്ട് നായ മുത്തപ്പനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഇവിടെ മുത്തപ്പനാണ് പ്രധാനമായിട്ട് നായ ഉണ്ടായിരുന്നത്. അത് വിശ്വസ്തനുമായിരുന്നു, കടിക്കൊന്നുമില്ല. ഇതിപ്പം കടിക്കുന്ന നായിയാണ്. അപ്പോൾ സങ്കല്പത്തിൽ മാറ്റം ഉണ്ടാവുകയാണ്. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പെരുമാറുകയും ചെയ്യുക. നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നത് ഈ സങ്കല്പനത്തിനനുസരിച്ചാണ്. സങ്കല്പനം മാറുമ്പം പെരുമാറ്റ രീതി മാറും, റിയാക്ഷൻ മാറും. അപ്പോൾ അത് മറ്റേ സങ്കല്പം ഒട്ടേറെ ആശയങ്ങളുടെ പദം ഒട്ടേറെ അർത്ഥതലങ്ങളിൽ ഒന്നിന് രൂഢി അല്ലെങ്കിൽ പല അർത്ഥതലങ്ങളുടെ ആകത്തുകയാണെന്ത് ഒരു പദം. അർത്ഥത്തിൻ്റെ സഞ്ചയാണ്, മറ്റതോ ആശയങ്ങളുടെ ഒരു സഞ്ചയാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ പദാവലി എന്ന് പറയുമ്പോൾ സാങ്കേതിക പദാവലി, സയൻറ്റിഫിക് ശാസ്ത്ര പദാവലിൻ്റെ ഒപ്പം മറ്റു പദാവലികളും വേണ്ടി വരും, ആവശ്യമായി വരും. പുതിയ ഇതിൽ ചില വസ്തുവിനും നമുക്ക് പുതിയ പേരുണ്ടാക്കണ്ടേ. സാങ്കേതികമൊന്നുമല്ല സത്യത്തിൽ, അത് നാമാണ് ക്രിയ. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്ന മുഴുവൻ നാമപദങ്ങളെക്കുറിച്ചാണ്. വടപൊട്ടും വർബ്, എത്ര ക്രിയകൾ പോയി നമുക്ക് അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ പറയാണ്, ഓനെന്താ എന്നോട് ചീറ്റുന്നത് എന്ന് ചോദിക്കും അല്ലേ. അതെല്ലാം പോയില്ല. ഇപ്പോൾ ചീറ്റലൊന്നുമില്ല അല്ലേ. ഇപ്പം ചീറ്റി അറിയും. അതല്ല അതന്നെ അത് ഈ പറഞ്ഞ ആ ചീറ്റലുണ്ടല്ലോ, ഈ ചീറ്റലിൻ്റെ അർത്ഥദളാണ് ഇത്, ഈ മൂക്ക് നിന്നാക്കുന്നത്. അതേപോലെ അതും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരാൾ മോശമായിട്ട് ദേഷ്യപ്പെട്ട് പെരുമാറുമ്പോൾ നമ്മൾ ചീറ്റുക എന്നുള്ള വാക്ക് ഇതെല്ലാം ചേർന്നിട്ട് എന്നങ്ങോട്ട് കൊടുക്കുക. അയാളെന്താ ചീറ്റെന്ന് ചോദിക്കും. ഇങ്ങനെ വാക്കുകൾ ഉണ്ടാവുന്നത്, അത് കാലം മാറുമ്പോൾ വാക്കുകൾ പോവും, വാക്കിന് പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാവും, അർത്ഥതലങ്ങൾ മാറും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പോട്ടെ, നമുക്ക് സമയമില്ല, ഏതാണ്ട് സമയമായി. ആയില്ലേ? 40 മിനിറ്റായില്ലേ? 5:10 3:10 3:15. എന്നാൽ 5 മിനിറ്റ് ഞാൻ അധികം എടുത്തു, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കും. ഇനി തനതറിവുകൾ എന്നുള്ളതാണ്. ഭാരതീയം തനതറിവ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോളജ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു രാജ്യത്തിന് ഒരു വലിയ അറിവിൻ്റെ ഒരു സഞ്ചി ഉണ്ടാവാം. അതേപോലെ ദേശീയമായ അറിവുകൾ ഉണ്ടാവാം. ആ രാജ്യത്ത് തന്നെ വ്യത്യസ്ത സാംസ്കാരികമായ യാഥാർത്ഥ്യമുള്ള ആളുകൾക്ക് അവരവരുടെ അറിവുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പിന്നെ ഭാരതീയായ അറിവിന് നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം രസസിദ്ധാന്തമാണ്. ഭാരതീയായ അറിവാണ് കേട്ടോ. ആ അറിവ് എന്ന് പറയും ചെറിയ അറിവല്ല, ഒരുപാട് പിൻബലമുണ്ട്. വേറൊരുത്തിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെ ഒരു തിയറി, രസസിദ്ധാന്തം എന്ന് പറയുന്ന ഒരു തിയറി ഇന്ത്യയിലല്ലാതെ വേറൊരുത്തുണ്ടാവില്ല. കാരണം അതിൻ്റെ പിൻബലം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിയാണ്. ശരീരം, ആത്മാവ് എന്ന് പറയുന്ന, മോക്ഷം എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ്, രാജയോഗം എന്ന് പറയുന്ന കൺസെപ്റ്റ് അടക്കം കുണ്ടലിനിയിൽ നിന്ന് ഉണർത്തിക്കൊണ്ടുവന്നിട്ട് സഹസ്രാരപത്മത്തിൽ പൊട്ടിവിരിയുന്ന ഒരനുഭവം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് രസം എന്ന് പറയുന്ന എന്താണ് ഇതിന് സമാനം, എന്താ സമീപം, എന്തോ ഒരു വാക്ക് ഉപയോഗിക്കുമല്ലോ. അതാണ് സാധനം. അതിൻ്റെ പിൻബലത്തോടെയാണ് ഈ സിദ്ധാന്തം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുണ്ടലിനിയിൽ നിന്ന് എങ്ങനെയാണോ ഉണർത്തിക്കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുന്നത്, അതേപോലെ വിഭാവങ്ങൾ, അനുഭാവങ്ങൾ പല ടൈം ആൻഡ് സ്പേസിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങ് പൊട്ടിക്കുകയാണ്. ഇതിലെടുത്ത് ഇത് നിൽക്കുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊന്നും തിരിയാത്ത ആൾക്ക് രസം എന്ത് തിരിയാ? രസം ഈ ബോധ്യമുള്ള ഒരാൾക്ക് ഒരു കുടിയാട്ടം കാണുമ്പോൾ ഏതെങ്കിലും ഒരു രസം പൂർണ്ണമായിട്ടും ആസ്വദിക്കണമെങ്കിൽ ഈ ബോധ്യങ്ങൾ കൂടി അകത്ത് വേണം. എന്നാലും സായിപ്പിനെ ആസ്വദിക്കാൻ സായിപ്പ് ഗംഭീരെല്ലാം പറയും, എന്നിട്ട് ഇത് ഇന്റർനാഷണൽ എന്താ കൾച്ചറൽ ഹെറിറ്റേജ് ആണെന്ന് സർട്ടിഫിക്കറ്റൊക്കെ തരും. ഒന്നും മനസ്സിലാവില്ലേ? ദൈവസഹായം ഒന്നും തിരിയില്ല. സായിപ്പിന് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നോണയാണ്. കാരണം ഇതറിയില്ലല്ലോ.
കാരണം നമ്മുടെ പഴയ ആചാര്യന്മാരൊക്കെ തന്നെ ആസ്വാദകന്മാരും അടക്കം ഇത് ശീലിച്ചവരാണ്. ഈ രാജയോഗം ശീലിച്ചവരാണ് ഇത് കാണാനും വരുന്നത്. രാജയോഗം ശീലിച്ച ആളുകളാണ് രാജാവിൻ്റെയോ നബരാൻ്റെയോ അല്ലെങ്കിൽ ആടും സഭയിൽ വന്നിട്ട് ഇത് കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും കോണ്ടക്സ്റ്റും ക്ഷേത്രമാണ്. അവിടെ വന്നിട്ട് ഇത് കാണുമ്പോൾ പിന്നെ മോക്ഷമല്ലാതെ വേറെന്താ സംഭവിക്കുക? അടുത്തോളം എത്തിയിട്ട് നമ്മൾ തിരിച്ചു വരും, മോക്ഷമാവില്ല. ഇങ്ങനെ ദേശീയമായ അറിവുകളുണ്ട്. ഈ അറിവുകൾ ഈ പാരമ്പര്യം പോയാൽ പിന്നെ ഈ അറിവിനും വലിയില്ല കേട്ടോ. നമുക്ക് പറയാം, നമുക്ക് ടൈമുണ്ട് എന്ന് പറയുന്ന പോലെ, ആ ടൈമുണ്ട് എന്ന് പറയുന്ന പോലെ പറയാമെന്നല്ലാതെ ഈ അനുഭവം നമുക്ക് കിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് പുതിയ അറിവ് ഉണ്ടാക്കണം. എന്താണ് ആ പുതിയ അറിവ്? ഇപ്പം കഴകം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ, ഇല്ലേ? നമ്മുടെ ഉത്തര കേരളത്തിൽ ഇവിടെയുള്ളത് കഴകം തീയരുടെ ഉണ്ടാ? ആരുടെ ജാതിക്ക് തന്നെയാണോ? അതെ, കേരളം മുഴുവനുള്ള പഴയ അതാണ് ദ്രാവിഡ പിന്നെ കഴകം എല്ലാം വന്ന അതിൻ്റെ അകത്തു നിന്നാണല്ലോ. പക്ഷെ കഴകം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കേരളീയ അല്ലെങ്കിൽ ഡ്രിവീഡിയൻ കൺസെപ്റ്റാണ് കഴകം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? തിയററ്റിക്കൽ ലെവലിലേക്ക് ഉണ്ടാകും. കഴകം എന്ന് പറയുന്ന ഒന്നെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ മുഴുവൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് കഴകത്തെ അതിന് നിർവചനം കൊടുക്കാൻ പറ്റും. ആ നിർവചനം പല കൺസെപ്റ്റുകൾ ചേർത്തതായിരിക്കും. അപ്പോൾ ഒരു തിയറി ഉണ്ടാവും. നമ്മൾ കഴകം എന്ന് പറഞ്ഞാൽ അർത്ഥം പറയാൻ കഴിയില്ല. അതാണ് അതിൻ്റെ വേറെ ബുദ്ധിമുട്ട്. എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. ഇപ്പൊ തീയര് സംഘടന എന്നൊന്നും പറഞ്ഞാൽ അർത്ഥം കിട്ടില്ല. കാരണം തീയർക്ക് ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്താണ് അവർ ഇങ്ങനെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അത് സോഷ്യൽ കമ്മ്യൂണിറ്റിയുടെ മീറ്റിങ്ങിൻ്റെ സ്ഥലവുമാണ്. കമ്മ്യൂണിറ്റിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും വെച്ചാണ്. ഈ ടോട്ടൽ ഇതിൻ്റെ സ്ട്രക്ചർ നിൽക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ഇതെല്ലാം ചേർന്നിട്ട് അതിന് ഫംഗ്ഷനൊക്കെ ഉണ്ട്. നിങ്ങളെ ശിക്ഷിക്കാൻ പറ്റും. പിന്നെ കാരണവന്മാർക്ക് തന്നെ ശിക്ഷിക്കാം. എന്നിട്ടും നിങ്ങളുടെ തോന്നിയാസം തീരുന്നില്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന എന്താ തെയ്യം കെട്ടുന്ന ദിവസം വിളിച്ചുകൊണ്ടിരും. അതിൻ്റെ മുമ്പ് നിന്ന് തീരുമാനമാക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സാധനമാണ് കഴകം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് തിയററ്റിക്കൽ പഠിച്ചോ? ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മുടെ തിയറി ഉണ്ടാക്കാൻ ഇപ്പോഴും കടകമുണ്ടല്ലോ. എന്താ തിയറിക്ക് പോകാത്തത്? അന്നേരം നമ്മുടേതായ ഒരു തിയറി ഉണ്ടാവും. എങ്ങനെയാണ് സോഷ്യൽ മൂവ്മെന്റ്, സോഷ്യൽ ഫങ്ഷൻ എങ്ങനെയാണ് നിറവേറ്റപ്പെടുന്നതിന് ഒരു പുതിയ തിയറി ഉണ്ടാവും. അത് നെഗറ്റീവ് തിയറി ആയിരിക്കും. അത് കഴകക്കാര് എന്ന് പറയുന്നല്ലേ? അതെ, അത് കഴകം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അർത്ഥത്തിലുള്ള കഴകമല്ല അത് കഴകപ്രവൃത്തി എന്ന് പറയുന്നത് അമ്പലത്തിന് നമ്മൾ കഴകമെന്ന് വിളിക്കുന്നതാണ്. പക്ഷെ ഒരു കാലത്ത് അമ്പലം കഴകമായിരിക്കണം, അല്ലെങ്കിൽ ആ വാക്ക് വരില്ല. അതുകൊട്ടെ, അത് വേറൊരു കാര്യമാണ്. പദങ്ങളുടെ ചേർച്ച ഉണ്ടാക്കാം, ആദാനം ചെയ്യാം. ഭാഷയുടെ സ്വന വ്യവസ്ഥയുമായി സമരസപ്പെട്ടു പോകുന്ന രീതിയിൽ ഫോക്ലോറാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഞാനിപ്പോൾ വാദിച്ചിട്ട് തളർന്ന ഒരാളാണ്. ഫോക്ലോറിന് ഞാൻ കേട്ട ചീത്തയൊന്നും കണക്കില്ല കേട്ടോ. പിന്നെ വേറെ ആയിരിക്കും വേറൊന്ന് സജസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇപ്പം നിന്ന് പോകുന്നതാണ്. ഞാൻ പിന്നെ വഴിക്ക് വഴി ഓരോന്ന് തല പൊക്കുമ്പോൾ ഞാൻ ഓരോ അടി കൊടുക്കും. കാരണം ഞാനൊരു പുസ്തകം എഴുതും, ആ പുസ്തകത്തിനും ഫോക്ലോറിൻ്റെ പേര് അതിൻ്റെ കൂടിയും ഉണ്ടാവും. അപ്പോൾ ഇത് വായിക്കണ്ടേ ഇവർ? അപ്പോൾ അങ്ങനെയാണ് ഫോക്ലോറിന് ഞാൻ പറയുന്ന വാദം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോഴല്ല കേട്ടോ, 86 ആ വാക്ക് വരുന്നത്. ഞാൻ ആദ്യം ലേഖനം എഴുതുന്നത് വിജ്ഞാന കേരളയിൽ 78 അതിലാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാക്ക് വെച്ചപ്പോൾ ഭയങ്കര എതിർപ്പ്. കാരണം ഫാ നമുക്കില്ല, പിന്നെന്താ അങ്ങ് നിൽക്കില്ല എന്നാണ്. എന്നുള്ളത് എന്താണ്? നമുക്ക് രേഖയിലേ ഉള്ളൂ. രേഖല്ല, രണ്ടും ഉണ്ട്. എന്താണ്? സ്പ്ലിറ്റ് ഫോണീം എന്നാണ് പറയുക, അല്ലേ? ലിംഗ്വിസ്റ്റുകാരില്ല, സ്പ്ലിറ്റ് ഫോണീമാണ്. രണ്ട് രായും റായും ഉണ്ട് നമുക്ക്. അത് പദത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ അത് എന്താവും? പഴയ കാലത്താണെങ്കിൽ മലരുന്നേ പറയാൻ പാടുള്ളൂ. എന്താ ഇപ്പം മലർ അല്ലേ? ഇപ്പോൾ സമസ്ത പദം വരുമ്പോൾ രണ്ട് പദം ചേർന്ന് വരുമ്പം റാവും. മലർപ്പൊടി എന്നാണ് പറയുക, മലരുപൊടി എന്നല്ല പറയുക, മലർപ്പൊടി എന്നാണ് പറയുക. ഇത്
പിന്നെ ലിംഗ്വിസ്റ്റിക്സിൽ അതിന് സ്പ്ലിറ്റ് ഫോണീം എന്ന് പറയും. ഒരു ഫോണീം രണ്ടായിട്ട് വിഭജിച്ചു പോവുകയാണ് മലയാളത്തിൽ. ഈ രായും റായുമായിട്ട്, രേഭവും റകാരുമായിട്ട് രണ്ടായി തീരുകയാണ്. ഇങ്ങനെ ഈ സാധനം നമുക്കുണ്ട് എന്നും നമ്മുടെ ചില്ലാണെന്നും അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ സ്ഥാപിച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ നമ്മുടെ സ്വന വ്യവസ്ഥക്ക് ഇത് എതിരല്ല. കാരണം ഫീസില്ലാതെ നമുക്ക് ജീവിക്കാൻ വയ്യല്ലോ, അല്ലേ? ഫീസ് കൊടുക്കാണ്ട് ഫീസ് തന്നെയാണ്. അതിന് വാക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിലനിന്നിട്ടില്ല. ഇപ്പം ഫീസ് കൊടുക്കൽ തന്നെയാണ്, അല്ലേ? ഫീസ് കൊടുക്കിയിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പുറത്താക്കില്ല. വേറെ കൊടുത്താൽ മതിയോ യൂണിവേഴ്സിറ്റിക്ക്? ഫീസ് തന്നെ കൊടുക്കണം. എന്നുള്ളത് നമ്മൾ പല കോണ്ടാക്ട്സിൽ ഫാൻ എന്നെന്താ വാക്ക്, വേറെ വാക്കൊന്നുമില്ല, നമുക്ക് ഫാനാണ്. അപ്പം അത് നമ്മുടെ സ്വനവ്യവസ്ഥയുടെ ഭാഗമായി. അതിൻ്റെ അപകടം ഞാൻ നേരത്തെ പറഞ്ഞുണ്ട്, എന്നാൽ പോലും ഉണ്ട്. അതുകൊണ്ട് ഫാക്ക് കുഴപ്പമില്ല. എന്നുള്ളത് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്, ആർക്കും PhD കൊടുക്കേണ്ടതാണ്, നമ്മൾ PhD സബ്ജക്റ്റ് കൊടുക്കേണ്ടതാണ്. എന്നുള്ള ഈ സമൃദ്ധോകാരം ഉണ്ടല്ലോ, സമൃദ്ധോകാരം ആകെ ഒരു അപകട അവസ്ഥയിലാണ് മലയാളത്തിൽ. ഇപ്പോൾ ഗ്രാഫിമിക്സിൽ, എഴുത്തിൽ, ഉച്ചാരണത്തിൽ വലിയ കുഴപ്പമില്ല, എഴുത്തിൽ ഇപ്പോഴത്തെ പ്രിന്റിങ്ങിൽ വലിയ കുഴപ്പമാണ്. ഇപ്പം ഒന്നിൽ ഫോക്ലോറിൽ പ്രശ്നമില്ല, ഫോക്ലോറിൽ നിൽക്കില്ല കേട്ടോ, അടിച്ചാൽ ഫോക്ലോറിനേ വരുള്ളൂ, വലിയ കുഴപ്പമാണ്. അത് വേറെ കാര്യം. ഈ സ്പേസ് കൊടുക്കേണ്ടി വരും. അതല്ലാതെ ഈ ഇതുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തൊക്കെ എന്താ ഇതിന് അതുകൊണ്ട് എന്ന് തന്നെ, അതുകൊണ്ട് എന്ന് തന്നെ. പക്ഷെ പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് എന്നേ പറയാറുള്ളൂ. പക്ഷെ ഇപ്പോൾ എഴുതാനും തുടങ്ങി അതുകൊണ്ട്. ഇപ്പോഴത്തെ ടൈപ്പിങ്ങിൽ മുഴുവൻ വരുന്ന അതുകൊണ്ട് എന്നാണ്. ഇത് നമുക്കതിനെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഭാഷയിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റമാണ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനത്തിന് ഒരു സ്വതന്ത്ര അവസ്ഥയിലേക്ക് വ്യഞ്ജനം മൂവ് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, ഫോണറ്റിക് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് മലയാള ഭാഷയിൽ. ഈ കാര്യത്തിൽ അന്വേഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാനിതെല്ലാം ഇതിനെ പറയുന്നറിയാം. ഇത് നിങ്ങളുടെ കോട്ടയിൽ വന്നിട്ട് ഭാഷാശാസ്ത്രത്തിൻ്റെ ഇതിൻ്റെ തട്ടകത്ത് വന്നിട്ട് എനിക്കും ലിംഗ്വിസ്റ്റിക്സ് അറിയാമെന്ന് സ്ഥാപിക്കാനും കൂടിയാണ്. കോട്ടെ, പരസ്പര വിനിമയം ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് മേൽ സൂചിപ്പിച്ച പ്രതിസന്ധിയും സാധ്യതയും ഈ കാര്യത്തിലും ഇപ്പം പറഞ്ഞ എല്ലാ ഭാഷകളിലും ഇത് പ്രശ്നമാണ്. പരസ്പര വിനിമയം എന്നുള്ള പറഞ്ഞ വേറൊരു പ്രശ്നമുണ്ട്. വിനിമയം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് അവരുടെ രീതിയിൽ ഇതേപോലെ ഉണ്ടാക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു സാങ്കേതിക പദാവലിയുടെ പാരസ്പര്യത്തിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടറിന് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ് AI നിങ്ങൾക്ക് തരുമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ വേണ്ടാത്ത പണിയെടുക്കുന്നത്? ഒരു പണിയെടുക്കേണ്ട കാര്യമില്ല. സാങ്കേതിക പദം ഉണ്ടാക്കി ഇംഗ്ലീഷും കൊടുത്തിട്ട് എല്ലാ ഭാഷകളിലും അതിന് സമാനമായ സാങ്കേതിക പദവും കൊടുത്തിട്ട് ഒന്ന് മുട്ടിയാൽ മതി. പിന്നെ എന്തിനീ പണിയെടുക്കുന്നത്? ഇതാണ് ഇതിനുള്ള വഴി. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള. വലിയ നന്ദിയുണ്ട് കേട്ടോ. ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക്.